ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ നമുക്ക് എന്തൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ജനുവരി മുതൽ ഇങ്ങോട്ട് എല്ലാ മാസത്തിലും നമ്മൾ കൃഷി രീതികൾ കാണിക്കുന്നുണ്ട്, കലണ്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഒരുപാട് ലഭിച്ചില്ലെങ്കിൽ തന്നെയും ചെയ്യുമ്പം തന്നെ എല്ലാവർക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം തന്നെയാണ് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബ്രൂണോയും നമ്മുടെ മണിക്കുട്ടിനും വന്നിട്ടുണ്ട്. മണിക്കുട്ടി ഇച്ചിരി മാറി നിൽക്കുകയാണ്. എന്താ പറയുന്ന നമ്മുടെ കൊച്ചിനെ നോക്കിക്കോണേ. ഓഹോ, മതി നമ്മുടെ കൊച്ച, മതി. ഇപ്പം ജൂലൈ മാസത്തിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ് പയറെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാസവും നമുക്ക് അത്യാവശ്യം വേണ്ടതായ പയർ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് പച്ചക്കറികളിൽ ഏറ്റവും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ പയറെന്ന് പറയുന്നത്. അപ്പം എല്ലാ മാസത്തിലും നമുക്കത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും, വിളവെടുക്കാനായിട്ട് സാധിക്കും. എന്നാലും സീസൺ അനുസരിച്ച് നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വിളവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം ജനുവരി മുതൽ ജൂലൈ വരെ ആയി അല്ലേ, 7 മാസമായി. ഇപ്പം എത്ര പെട്ടെന്നാണ് മാസങ്ങൾ പോയത്. അപ്പം നമ്മൾ ജനുവരി മുതൽ ജൂലൈ വരെയുള്ള നടുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് അങ്ങനെ ചെയ്തവർക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ ഉണ്ട് എന്നും നമുക്കറിയാം. ഇപ്പം അവരൊക്കെ വിളവെടുക്കുകയും അതുപോലെ തന്നെ അത് വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അപ്പം എല്ലാവരും അതേപോലെ ഒന്ന് കൃഷി ചെയ്താൽ നമുക്ക് വേണ്ടതായ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തന്നെയല്ല ഇനിയിപ്പം ഓണകാലമൊക്കെ അടുത്ത് വരുവാണല്ലോ. അപ്പം എല്ലാവരും ഇതേപോലെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് നമുക്ക് ഉള്ളത്. കാരണം അത്യാവശ്യം മഴയുമുണ്ട്, അത്യാവശ്യം വെയിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ജൂലൈ മാസത്തിൽ നമുക്ക് ചോളം, അതുപോലെ തന്നെ കപ്പലണ്ടി, അതുപോലെ കൂർക്ക, ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റിയ സമയമാണ്. അപ്പം കൂർക്കയുടെയൊക്കെ കൃഷി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് വിളവ് കിട്ടി. എന്നാലും അതിൽ കൂടുതൽ നല്ലതുപോലെ വിളവ് കിട്ടിയ പലരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൂർക്ക കൃഷിയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഈ ജൂലൈ മാസം നമുക്ക് ചോളം ഒക്കെ നല്ലതുപോലെ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചോളത്തിൻ്റെ കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഒരടുത്ത വീഡിയോയിൽ തന്നെ നമ്മളത് നിങ്ങൾക്കത് കാണിച്ചു തരാം. അതുപോലെ തന്നെ കപ്പലണ്ടി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ പിടിക്കുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കപ്പലണ്ടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമൊക്കെ വിളവ് കിട്ടി. ഇപ്പം അതിനകത്ത് കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിളവ് കിട്ടിയെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്ത് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് കാണിക്കുക. നല്ല വിളവൊക്കെ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. അപ്പോൾ അതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറ്റി ബീൻസ്, പന്തലമര, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ചതുരപ്പയർ, നിത്യവഴുതന, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ നടാൻ പറ്റിയ സമയമാണ്. നല്ലതുപോലെ വിളവും ലഭിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്തുകളും ഇല്ലയെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ വിത്തുകളും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് വൈകുന്നേരം 7 മുതൽ 9 വരെയുള്ളതായ സമയത്താണ് നമ്മൾ വിത്തുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങളുടെ വീട്ടുപടിക്കൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു സംഭവമാണ് വെണ്ടയ്ക്ക നമുക്ക് നല്ലതുപോലെ വിളവൊക്കെ കിട്ടുന്നതായ സമയമാണ് വെണ്ടയ്ക്ക കൃഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കീടശല്യം ഉണ്ടാവും, എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടതായ വെണ്ടയ്ക്കയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വഴുതനയും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെയെന്ന് വെച്ചാൽ മുളക് എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാർക്കറിയാം, എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു 5-6 പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ ഡെയിലി വേണം അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരു പച്ചമുളക് അല്ലെങ്കിൽ ഒരു 2 മൂട് പച്ചമുളകെങ്കിലും എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പച്ചമുളകിൻ്റെ കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ടിപ്സുകളൊക്കെ ഉള്ളതായ വീഡിയോസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൃഷി ചെയ്താൽ നല്ലതുപോലെ നിങ്ങൾക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും.
അതുപോലെ തന്നെ വാളരി ഈ മാസം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് വാളരി എന്ന് പറയുന്നത്. അത് വയലറ്റ് വാളരിയോ അല്ലെങ്കിൽ വെള്ള വാളരിയോ ഒക്കെ ഉണ്ടല്ലോ, ഇച്ചിരി വലിയ പയറായിരിക്കും. അത് നട്ടുപിടിപ്പിച്ചാലും നമുക്ക് നല്ലതുപോലെ വിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഒരു ഇത് പറഞ്ഞാൽ നമുക്ക് എല്ലാം എപ്പോഴും നട്ടുപിടിപ്പിക്കാം, എങ്കിലും സീസൺ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. മറ്റേതാകുമ്പോൾ നമ്മൾ സീസൺ അല്ലാത്ത സമയത്ത് നടുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചീരയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ അതിനകത്ത് ഇങ്ങനെ ഡോട്ടായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ചിലപ്പം അത് നല്ല രീതിയിൽ വന്നെന്ന് വരത്തില്ല, ചിലർക്കൊക്കെ നല്ല രീതിയിൽ വരും. അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരയും നട്ടുപിടിപ്പിക്കാം. പിന്നെ നല്ല രീതിയിൽ ജൂലൈ മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് കുമ്പളം എന്ന് പറയുന്നത്. കുമ്പളം നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്തൊക്കെ നമുക്ക് കീടങ്ങളുടെ ഒരു ശല്യം ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് കായ്ച്ചകളുടെയൊക്കെ ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേക ഒരു കെണിയൊക്കെ ഒരുക്കിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതൊക്കെ ഒരുക്കി ഒന്ന് കെട്ടിയിട്ടാൽ നമ്മുടെ കായ്ച്ചകളിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫിരമൺ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ട്രാപ്പ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ സീഡ് ഷോപ്പിൽ അന്വേഷിച്ചാൽ അത് കിട്ടും. അത് വാങ്ങിച്ച് കെട്ടിയിട്ടിരുന്നാലും നമുക്ക് ഈ കായ്ച്ച് കുറേയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. പിന്നെ ഈ സമയത്ത് നമുക്ക് വെള്ളരി അതുപോലെ തന്നെ മത്തന് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാം. അതുപോലെ തന്നെ ചൊരയ്ക്ക, കുക്കുംബർ, പീച്ചിൽ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ നമുക്ക് ജൂലൈ മാസത്തിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ജൂലൈ 15 ആകുമ്പം നമുക്ക് ഈ പിന്നെ നമ്മുടെ ചതുരപ്പയർ നമ്മൾ നടണം. ജൂലൈ 15 ആകുമ്പോഴത്തേക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമുക്ക് അതിനകത്തുനിന്ന് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഈ ചതുരപ്പയറൊക്കെ നമ്മൾ എപ്പോഴും നട്ടാമെന്ന് നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് കാ കിട്ടിയെന്ന് വരത്തില്ല, പയർ കിട്ടിയെന്ന് വരത്തില്ല. അത് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കും. പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഒന്നും പിടിക്കാതെ ഇങ്ങനെ കിടക്കുന്നതെന്ന് എഴുതിയിട്ട് വെട്ടിക്കളയാറുണ്ട്. അപ്പോൾ അതൊരു ജൂലൈ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചതുരപ്പയർ നടാനായിട്ട് ശ്രമിക്കുക. അമരപ്പയർ, ചതുരപ്പയർ ഇങ്ങനെയുള്ള സംഗതികൾ, കുറ്റിപ്പയർ ഇതൊക്കെ ഒരു ജൂലൈ 15 ആകുമ്പോഴത്തേക്ക് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നട്ടാൽ മാത്രം പോരാ കേട്ടോ, അവർ പ്രത്യേക കെയർ കൊടുത്തെങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. പിന്നെ തന്നെയല്ല കുറേ പേരൊക്കെ പറയാറുണ്ട് എനിക്ക് പരാജയമായിരുന്നു, കൃഷി നിർത്തുക എന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങളുണ്ടാവുന്നല്ലേ. അപ്പം നമ്മളൊരു പയർ നട്ടത് കിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ പരാജയമാണെന്നും പറഞ്ഞ് നമ്മൾ പിന്മാറിപ്പോകാതെ അപ്പം പരാജയങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യമായാലും നമുക്ക് വിജയത്തിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു നിസ്സാരമായ പയറിൻ്റെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാതെ നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടിയത്. നമ്മളൊരു 10 എണ്ണം കുഴിച്ചിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് 5 എണ്ണം ആയിരിക്കും ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. പക്ഷെ ഒന്നുപോലും കിളിക്കാതെയൊക്കെ നമുക്ക് ഇരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ എന്നൊരു കൃഷി നമ്മൾ നിർത്തിയൊന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ വാങ്ങും, ഇതേപോലെ നടും. 1 or 2 എങ്കിലും പിടിക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുത്ത് വളർത്താമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഇഷ്ടം പോലെ വിത്തുകളും അതുപോലെ നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറികളും നമുക്കതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതിനുള്ള കീടങ്ങൾക്കെതിരെ ഉള്ളതായ മരുന്നുകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ബിവേറിയ സ്പ്രേ ചെയ്യാം. ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് ബിവേറിയൊക്കെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ അടുപ്പിച്ച് 3 ദിവസം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കീടങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ. കാരണം ഇവരിങ്ങനെ ആക്രമിച്ച് ഈ മുഞ്ഞയും കിഞ്ഞയും എല്ലാം ഇങ്ങനെ കയറി വന്നിട്ട് ഒരുപാട് ശല്യങ്ങളുണ്ടാകില്ല. അപ്പോൾ അടുപ്പിച്ച് 3 ദിവസം അവർക്ക് മരുന്ന് കൊടുക്കണം. അപ്പം നമ്മളും മരുന്ന് കഴിക്കുവാനൊരു ഡോസ് ഉണ്ട്. ഒരു 3 ദിവസം നമ്മളത് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അസുഖം മാറത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്കും അതേപോലെ ഒരു 3 ദിവസത്തെ ഡോസ് കൊടുക്കുമ്പോഴത്തേക്ക് അവരും അവിടുന്ന് പോയി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നമുക്ക് ഓണത്തിൻ്റെ വിളവെടുപ്പൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ജൂൺ മുതൽ മെയ് ജൂണിലൊക്കെ ചെയ്തവർക്ക് നമുക്ക് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികൾ വെച്ചിട്ട് ഓണസദ്യയൊക്കെ ഒരുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ നട്ടാലും ഒരു 45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും നമുക്ക് പച്ചക്കറിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും എല്ലാവരും പച്ചക്കറിയൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. ആരും പുറകോട്ട് പോകാതെ ഇരിക്കുക. എല്ലാവരും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അതല്ലേ നല്ലത്. അയ്യോ പാവം നമ്മുടെ മണിക്കൂട്ടം ഉറക്കം തൂങ്ങി പുറകോട്ട് പോകുന്നുണ്ടോ. അയ്യോ ഇപ്പം നിലത്ത് വീഴുമല്ലോ. അയ്യോടാ എന്തൊരു ഉറക്കമാ മണിക്കൂട്ടനെ. മണിക്കൂട്ടനും മണിക്കുട്ടിയൊക്കെ കിടക്കുന്നുണ്ടോ. നമ്മുടെ അപ്പു കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പു തൊണ്ട് ഒളിച്ചു പോയി കിടക്കുന്നുണ്ടോ. അനിയത്തി ആങ്ങളെയും കിടന്നോട്ടെന്ന് കരുതിയിട്ട്, അനിയത്തിയും അനിയനെയും കിടക്കട്ടെ എന്ന് കരുതിയിട്ട് കണ്ടോ അപ്പു മാറിപ്പോയി മരത്തിൻ്റെ പുറകെ പോയി കിടക്കുന്നു. പാലൊക്കെ കുടിച്ച് എന്തൊരു ക്ഷീണമെന്ന് കണ്ടില്ലേ. ഇപ്പം നേരമൊക്കെ വെളുത്തിട്ട് അവരെ പുറത്തോട്ട് അഴിച്ചു കെട്ടിയതേ ഉള്ളൂ. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. ഇനി രണ്ടുപേരും ഒട്ടിയേ നിൽക്കത്തോളൂ. ഇപ്പം ചാടാനും ഓടാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് രണ്ടുപേരും.
മെറിനാണ്ട് നല്ലൊരു ചുമന്ന ചരടും ഒക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. റിബൺ ചുമന്ന റിബണൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല ഉറക്കമായിട്ട് ഇവിടെ ചെവി ഇച്ചിരി വളർന്നോടെ. അപ്പം ഇപ്പം ഇച്ചിരി വളർന്നോ അതിലേ? ഇച്ചിരി നീളം വെച്ചില്ലേ? എത്ര ഉണ്ടായിരുന്നു നേരത്തെ? ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ചൂടായിപ്പോയി കേട്ടോ. നമ്മുടെ അപ്പൂൻ്റെ മോഡല് ചെവി. എന്താ മോളെ മണിക്കുട്ടി ഇതാ എഴുന്നേറ്റ് വരും. ബാ പോയോ 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 എന്തോ ഉണ്ട് ഇത്. ബാ മണിക്കുട്ടൻ എന്ത് ചെയ്യും? മണിക്കുട്ടൻ ബാ. മണിക്കുട്ടൻ എങ്ങനെ വരുമോ? മണിക്കുട്ടൻ അങ്ങ് ഭയങ്കര ക്ഷീണമങ്ങ്. മണിക്കുട്ടോ നമ്മുടെ മണിച്ചിട്ട് ബാ മടിയിലിരിക്കണ്ടായോ? ബാ മടിയിലിരിക്കാം. ബാ ഇതാണല്ല നമ്മുടെ അമ്മുക്കുട്ടി ഒരു കയർ ചെയ്ത് വെച്ചേക്കുന്ന വില ഉണ്ട്. പിരിച്ച് 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 എവിടെ പോന്നു? എന്തുവാ എന്തുവാ മടിയിൽ എൻ്റെ മടിയിലൊന്നും ഇരിക്കണ്ട. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ചേച്ചി ഇപ്പം വരും. ചേച്ചിയുടെ മടിയിലിരുന്നാൽ മതി. ഇതെന്തുവാ എന്തുവാ ഉണ്ടുപടി പോ പോയിക്കോ. ചേച്ചി ഇപ്പം വരും കേട്ടോ. മെറിൻ ചേച്ചി ഇപ്പം വരുവേ. അപ്പോൾ നമുക്ക് ഈ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് പിടിച്ച മാങ്ങ ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെയൊക്കെ ഉള്ള വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം. നമ്മൾ മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ പറങ്കേണ്ടിയൊക്കെ പറിക്കാൻ പോയൊക്കെ കണ്ടില്ലായിരുന്നു. അപ്പോൾ അന്നേരം നമ്മൾ മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വന്ന് അച്ചാറൊക്കെ ഇട്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫിനകത്ത്. അപ്പോൾ ആ മാങ്ങയൊക്കെ നല്ല പരുവമായി നമ്മൾ എല്ലാം പറിച്ചു. 2 ട്രിപ്പായിട്ടാണ് പറിച്ചത്. കുറേയൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുത്തു. എന്നിട്ട് പഴുക്കാനായിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഈ കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈതച്ചക്ക, നമ്മുടെ പൈനാപ്പിളാണ്ട് നിലത്ത് വീണിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ പൈനാപ്പിൾ കണ്ടോ വെയിറ്റ് കൊണ്ട് ഇനി വീണു പോയി. കണ്ടോ നല്ലതുപോലെ പഴുത്തു. അപ്പം നമ്മുടെ പൈനാപ്പിൾ കണ്ടോ വെയിറ്റ് കൊണ്ട് ഇനി താന്നു പോയി കേട്ടോ. വീണു പോയി. ഇനി അതിന് നമുക്ക് കണ്ടോ നല്ല പഴുത്തു. അതിന് കുറേ കൊമ്പുകളുണ്ട് കണ്ടോ. ഇനി എല്ലാം നമുക്ക് നടണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് നട്ടിട്ടുണ്ടായിരുന്നു. കുറേ നട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളൊക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം വെട്ടിയായിരുന്നു. അതിൻ്റെ തൈകളെല്ലാം കൊണ്ടൊന്ന് മതിലിൻ്റെ അരികിലെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇളക്കണം. സമയം പോലെ വന്ന് നടാം. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മണ്ട ഭാഗം നമ്മൾ കുഴിച്ചിട്ടാൽ പിന്നെയും നമുക്ക് കൈതച്ചക്കയൊക്കെ നമുക്ക് പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ പഴുത്തതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിഷമില്ലാത്ത പൈനാപ്പിൾ നമുക്ക് കഴിക്കാമല്ലോ. എന്താ നല്ലതല്ലേ. എല്ലാം അത്യാവശ്യം നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിലോ ഗ്രോ ബാഗിനകത്തൊക്കെ നടാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടുമ്പോഴും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ആനന്ദം തന്നെയല്ലേ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്ത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗുകളും നിങ്ങളുടെ വീട്ടുപടിക്ക് തന്നെ എത്തുന്നതായിരിക്കും. അപ്പം കൃഷി ചെയ്യാനായിട്ട് ആരും പുറകോട്ട് പോകരുത്. എല്ലാവരും മുന്നോട്ട് തന്നെ വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ. അപ്പം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.